റിലാക്സ് ചെയ്ത് നിൽക്കുക. പറഞ്ഞുതരാടോ. പിന്നെ 5 പ്രാവശ്യമാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത്. ആദ്യം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. എക്സേൽ. ഇൻഹേൽ 1 2 3 4 5. എക്സേൽ. ഇൻഹേൽ 1 2 3 4 5. എക്സേൽ. ഇങ്ങനെ 5 പ്രാവശ്യമാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജോയിന്റ് സ്റ്റിമുലേഷൻ നമ്മൾ കാലിന്ന് ചെയ്യാം. ആദ്യം ചെയ്യുക വലത്തെ കാലിൻ്റെ ആംഗിളാണ്. അത് നമ്മൾ 10 പ്രാവശ്യം പുറത്തേക്ക് ഇറക്കുക. 1 2 3 4 5 6 7 8 9 10. 10 പ്രാവശ്യം പുറത്തേക്ക് ഇറക്കുക. അതേപോലെ വലത്തെ കാലിൻ്റെ ആംഗിള് 10 പ്രാവശ്യം ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കുക. 10 പ്രാവശ്യം ഉള്ളിലേക്ക് ഇറക്കുക. പിന്നെ ഇടത്തെ കാലിൻ്റെ ആംഗിള് 10 പ്രാവശ്യം പുറത്തേക്ക് ഇറക്കുക. അതിന് ശേഷം 10 പ്രാവശ്യം അത് ഉള്ളിലേക്ക് ഇറക്കുക. അങ്ങനെ വലത്തേക്കാളും ഇടത്തേക്കാളും ചെയ്യാം. ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വെറുതെ കയ്യും കാണിട്ടൊന്ന് ഇറക്കിയിട്ട് പിന്നെ ലിംബ് സെറ്റിൽമെൻറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ മേലേക്ക് കയറി കാലിൻ്റെ മുട്ടാണ്, അത് ഇഞ്ച് ജോയിൻ്റ് ആണ്, അതിലൊറ്റ മൂവ്മെൻറ്റേ പാടുള്ളത്. കൈ ഇങ്ങനെ ബാക്കിലേക്ക് വെക്കുക. എന്നിട്ട് ആദ്യം വലത്തേക്കാല് മുട്ടിക്കുക, പിന്നെ ഇടത്തേക്കാല് മുട്ടിക്കുക. അപ്പോൾ 1 വരട്ടെ. 1. അങ്ങനെ നമ്മൾ 10 പ്രാവശ്യമാണ് അതിൻ്റെ ചെയ്യേണ്ടത്. പിന്നെ ഹിപ്പുമ്മക്കാണ് മുകൾക്ക്. കാല് കുറച്ച് വിട്ട് വെക്കുക, കൈകൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് വലത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം കറങ്ങുക. ഇങ്ങനെ 10 പ്രാവശ്യമാണ് ഇങ്ങനെ കറങ്ങേണ്ടത് വലത് ഭാഗത്തേക്ക്. അതിന് ശേഷം ഇടത് ഭാഗത്തേക്കും 10 പ്രാവശ്യം കറങ്ങുക. ഇങ്ങനെ ഇടത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം കറങ്ങുക. പിന്നെ നമ്മളത് കുറച്ചുകൂടി ഇവിടെ കെട്ടി. പിന്നെ കൈൻ്റെ ജോയിൻ്റ് കെട്ടി. കൈൻ്റെത് മുട്ടിൻ്റെതാണ്. മുട്ട നമ്മളെ മുട്ടി ചുരുട്ടി നീർത്തി പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക. അങ്ങനെ 1 2 3 4 5 അങ്ങനെ 10 പ്രാവശ്യം കേട്ടോ. കൈ ഇവിടെ മുട്ടിക്കുക. ബ്രീത്തിങ് ഉണ്ടോ? പിന്നെ അതിൽ ബ്രീത്തിങ് ഉണ്ടോ? ഇല്ലല്ല, അത് സിമുലേഷനാണ്. ബ്രീത്തിങ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ റിലാക്സേഷനിലാണ് ബ്രീത്തിങ്. ഇത് വെറുതെ സ്റ്റിമുലേഷൻ മാത്രം, ജോയിൻ്റ് ഒക്കെ ഇളക്കിയില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് പിന്നെ ഷോൾഡറാണ്. ഷോൾഡർ കൈ ഇവിടെ വെക്കുക, മറ്റേ കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ 10 പ്രാവശ്യം മുമ്പ് ഇറക്കും. ഇങ്ങനെ ആദ്യം വലത്തെ ഷോൾഡർ, പിന്നെ അതേപോലെ തന്നെ 10 പ്രാവശ്യം ബാക്ക് ഇട്ടു. പിന്നെ ഇടത്തെ ഷോൾഡർ 10 പ്രാവശ്യം മുമ്പേക്ക് ഇറക്കുക. അതിന് ശേഷം 10 പ്രാവശ്യം ഇങ്ങനെ ബാക്കിലേക്ക് ഇറക്കുക. പിന്നെ വരുന്നതാണ് കഴുത്തിന്. കഴുത്തിന് ശരിക്കും നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം 5 പ്രാവശ്യം ഇങ്ങനെ വലത് ഭാഗത്തേക്ക് തിരിക്കുക. പിന്നെ 5 പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. പിന്നെ 5 പ്രാവശ്യം മുമ്പേക്കും ബാക്കൊക്കെ വന്ന് പതുക്കെ കറക്കുക. കഴുത്തിന് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, ഭയങ്കര സ്പീഡിൽ കഴുത്തിൻ്റെ ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഇത് കഴിഞ്ഞു, സ്റ്റിമുലേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ റിലാക്സേഷനാണ്, ഗ്രേഡഡ് മസിൽ റിലാക്സേഷൻ എന്നാണ്. അത് നമ്മൾ ശ്വസനത്തിൻ്റെ അകമ്പടിയൂടെ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളിതിൻ്റെ പ്രത്യേകത കേട്ടോ. ശ്വാസം വലിച്ചിട്ട് നമ്മളിത് ചെയ്യുന്നുള്ളൂ. ആദ്യം കൈൻ്റെതാണ്. കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കും, ശ്വാസം ഉള്ളിലേക്ക് വലിക്കും. ചെവിയിൽ മുട്ടിച്ചിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ ചെവിയിൽ മുട്ടിക്കും, ശ്വാസം പുറത്തേക്ക് കൊടുക്കണം. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഇതന്നെ കൈ റിവേഴ്സിൽ പിടിച്ചിട്ട് ചെയ്യും. അടുത്തത് അങ്ങനെ 10 പ്രാവശ്യം കൈൻ്റെത് നമ്മൾ ചെയ്യാം. പിന്നെ AN5 AN5 എന്നുള്ളത് കൈ കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കും. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കും, മുകളിലേക്ക് ഉയർത്തും, വലത് ഭാഗത്തേക്ക് ചെരിയും, ഇടത് ഭാഗത്തേക്ക് ചെരിയും, സെൻട്രൽ പൊസിഷനിൽ വെക്കും, താഴ്ത്തും, ശ്വാസം പുറത്തേക്ക് വിടും. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. അതാണ് AN5 എന്നുള്ള ടെക്നിക്ക് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് കൈയിൻ്റെ ലോ മസിൽസിനുള്ളതാണ്.
അതിങ്ങനെ മുഷ്ടി ചുരുട്ടി കമിഴ്ത്തി പിടിക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ഉള്ളിലേക്ക് കറക്കുകയും ചെയ്യുക. പറ്റുന്ന അത്ര ഉള്ളിലേക്ക് കറക്കുക, പറ്റുന്ന അത്ര ബാക്കിലേക്കും കറക്കുക. ഇതാണ് ലോങ് മസിൽസിൻ്റെത്. അടുത്തത് നമ്മൾ പഞ്ചിങ് എന്ന് പറയും. പഞ്ചിങ്ങിനത് മുഷ്ടി ചുരുട്ടിയിട്ട് കൈ ഇങ്ങനെ ഉയർത്തുക, എന്നിട്ട് നന്നായിട്ട് വലിക്കുക ബാക്കി. ഇങ്ങനെ 10 പ്രാവശ്യം. ആ വലിയ നിങ്ങൾക്ക് ബാക്കിലൊരു ഇതൊരു അളകാത്തൊരു മസിൽ അളക്കുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു എക്സസൈസിന് അത് അളക്കില്ല. അതാണ് നമ്മളെ പഞ്ചിങ് എന്ന് പറയാം. ഈ പഞ്ചിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മളെ സൈഡ് ഹിപ്പിനുള്ളത്. അത് കാല് വിട്ട് വെക്കുക, കൈകൾ ഹിപ്പിൽ വെക്കുക, 10 പ്രാവശ്യം വലത് ഭാഗത്തേക്ക് ചെയ്യുക. അങ്ങോട്ട് പോകുമ്പോൾ ശ്വാസം വലിക്കും, ഇങ്ങോട്ട് ശ്വാസം പുറത്തേക്ക് വിടും. അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഇടത് ഭാഗത്തേക്ക് ഇതേപോലെ അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ അടുത്തത് നമ്മളെ ബാക്ക് ബെൻഡിങ്. ഇതിൽ വരുന്നത് 4 വിരല് മുമ്പിൽ, 1 വിരല് ബാക്കിൽ. ഈ ബാക്കിലത്തെ വിരല് നമുക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മതിയാവുന്നൊക്കെ ഈ ബാക്കിലത്തെ വിരലാണ് തീരുമാനിക്കുക. കൂടുതൽ അവിടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതും ബാക്കിലേക്ക് പോകുമ്പോൾ ശ്വാസം വലിക്കുക, നന്നായിട്ട് ബാക്കിലേക്ക് ഒരു ആകാശം കണ്ടിട്ട് തിരിച്ചു വരിക. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യമാണ് ഇതിൻ്റെ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഇന്നർ ഹിപ്പിനുള്ളതാണ്. അത് നമ്മൾ കൈകൾ മുഷ്ടി ചുരുട്ടി നമ്മളെ ഫേസ് ചെയ്ത് വെക്കുക. കൈ താത്തിട്ട് കാല് പൊന്തിക്കാണ് വേണ്ടത്. 1 2 3 4 ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അടുത്തത് ക്രോസ് ലിംബാണ്. ക്രോസ് ലിംബ് എന്നത് കാല് വിട്ട് വെക്കുക. ഇതിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ, നേരത്തെ നമ്മൾ 2 പ്രാവശ്യം ചെയ്തിട്ടാണ് ഇത് എണ്ണിയത്. ഇതങ്ങനെ തന്നെയാണ്. ഒന്ന് 2 ഓരോന്നിൻ്റെ ഗ്യാപ്പിൽ കൈ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് കറക്റ്റ് ടൈമിങ് കിട്ടുന്നത്. 1 2 അങ്ങനെ 10 പ്രാവശ്യമാണ് ക്രോസ് ലിംബ് ചെയ്യുക. പിന്നെ സിറ്റിംഗ് ആണ്. സിറ്റിംഗ് എന്ന് പറയുന്നത് കൈകൾ മുഷ്ടി ചേർത്ത് നിർത്തി പിടിക്കുക. ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഒന്ന് കൈയിൻ്റെ പൊസിഷൻ മാറാൻ പാടില്ല കേട്ടോ. 1 2 3 4 അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം സിറ്റിങ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റാണ് ഈ ഗ്രേഡ് മസിലിൽ വരുന്നത് ഫ്രണ്ട് ബെൻഡ്, ഭൂമിനെ തൊടാന്നുള്ളത്. കൈ ഇങ്ങനെ വെക്കുക, മുമ്പക്ക് പോകുമ്പോൾ ശ്വാസം വലിക്കുക, നീർന്ന് വെക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 ഓരോന്നിൻ്റെ അടിയിൽ നമ്മൾ ലിംബ് സെറ്റിൽമെൻറ്റ് നടത്തണം. അതിപ്പോൾ ഇത് കഴിഞ്ഞു. ഈ പിന്നെ ഗ്രേഡ് മസിൽ കഴിഞ്ഞു. പിന്നെ അതിൽ വരുന്നത് നമ്മളെ പിന്നെ ചെവിൻ്റെ ബാക്കി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വലിയ മസിലും വലിയ ജോയിൻ്റും ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ചെവിൻ്റെത് ഇങ്ങനെ ചെയ്യാം. 1 2 3 അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ വായയുടെ മസിൽസിനുള്ളത്. അത് കൈ ഇങ്ങനെ വെച്ചിട്ട് കവിള് പേർക്കണം. 1 2 3 ഇപ്പോൾ നമ്മളെല്ലാ ചെറിയ മസിലും വലിയ മസിലും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൽ നാലാമത്തെ സെൽഫ് സ്റ്റിമുലേഷൻ. അത് നമ്മൾ 30 സെക്കൻഡ് കൈ ചൂടാകത്തേക്ക് നമ്മൾ കണ്ണടച്ച് ഒരുമിച്ച് ഇതാക്കുമ്പോൾ ഒരു വെള്ളം ഇങ്ങനെ ഒരിച്ച് വരുന്നൊരു സൗണ്ട് കേൾക്കും. എല്ലാവരും ഒരുമിച്ച് ആ സൗണ്ട് കേൾക്കുമ്പോൾ കണ്ണടച്ച് അതിൽ തന്നെ ശ്രദ്ധിക്കാറില്ല. ഏകദേശം 30 സെക്കൻഡ് ആകുമ്പോൾ പത്തിൽ കണ്ണിൽ വെക്കുക. പിന്നെ മുഖം മസാജ് ചെയ്യാം. പിന്നെ എന്നത് മൈൻഡ് സെറ്റിംഗ് ആണ്. അത് നമ്മൾ കറക്റ്റ് 60 ബാക്കിക്ക് ഫസ്റ്റായിട്ട് നിങ്ങാണ്ട് ബാക്കിക്ക് സെറ്റാകും. ടൈം എത്ര എടുത്താലും
എണ്ണൽ തെറ്റൂല എന്നുള്ള തീരുമാനമാണ് വേണ്ടത്. ടൈം കുറച്ചെടുക്കുന്നുള്ള തീരുമാനമല്ല വേണ്ടത്. എണ്ണൽ തെറ്റൂല എന്നുള്ള തീരുമാനമാണ് അവൾ മനസ്സിൽ എടുക്കുന്നത്. അതിന് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞവർക്ക് കണ്ണുകൊണ്ട് പോയില്ല.